എല്ലാവർക്കും ആഷ്ബിക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ട്യൂട്ടോറിയലാണ് കേട്ടോ. ആദ്യം അതിന് വേണ്ടി സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഫ്രഞ്ച് നോട്ട് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ഞാൻ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നോർമൽ നീഡിലുണ്ട്. പിന്നെ നമുക്ക് ഇനി വീണ്ടും ഈ ഒരു ത്രെഡ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ കവറൊന്ന് മടക്കി അതിൻ്റെ ആ ഹോളിലേക്ക് ആക്കി വെച്ചാൽ മതി. പിന്നെ ത്രെഡ് ഇങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ത്രെഡ് ഇതുപോലെ ആദ്യം ഒന്ന് ഒരു അറ്റത്തുനിന്ന് ഇത് രണ്ടായിട്ട് എടുക്കുക. ഇപ്പോൾ 2 സ്ട്രാൻഡ്സിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മളതൊന്നുകൂടെ മടക്കി 3 സ്ട്രാൻഡ്സിലാക്കി അതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് 4 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് നമുക്ക് നീഡിലില്ലേ, നീഡിലിനകത്തേക്ക് ഈ ത്രെഡ് കയറ്റണം. എന്നിട്ട് നമ്മുടെ 2 അറ്റമില്ലേ, നമ്മുടെ നീഡിൽ കയറ്റിയതിന് ശേഷമുള്ള ത്രെഡിൻ്റെ 2 അറ്റങ്ങൾ തമ്മിലൊന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം സൂചിയുടെ ആ ഭാഗമില്ലേ, ആ ഭാഗത്ത് നിന്ന് ത്രെഡ് ഒന്ന് പിരിച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം. 4 സ്ട്രാൻഡ്സിൽ എടുക്കുമ്പോൾ 8 സ്ട്രാൻഡ്സിൽ കിട്ടും കേട്ടോ ത്രെഡ്. അതുപോലെ നമ്മൾ 2 സ്ട്രാൻഡ്സിലെടുത്താൽ 4 സ്ട്രാൻഡ്സ് കിട്ടും. അതൊക്കെ നമ്മളുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ ത്രെഡ് എടുക്കണം. ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ, നമ്മുടെ ത്രെഡ് നല്ല സ്റ്റഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് താഴേക്ക് വലിച്ചാൽ മതി. 2 പ്രാവശ്യം 1 പ്രാവശ്യമോ ചുറ്റാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ അതുപോലെ ആങ്കർ ത്രെഡിൽ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നതെങ്കിൽ 6 സ്ട്രാൻഡ്സിൽ തന്നെ ത്രെഡ് എടുക്കണം കേട്ടോ. ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് 8 സ്ട്രാൻഡ്സിൽ തന്നെ ത്രെഡ് എടുത്താൽ മതി. എങ്കിലേ നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ചുകൂടെ വലുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ത്രെഡ് എടുത്താൽ മതി. ഫ്രഞ്ച് നോട്ട് ചെയ്യാനാണെങ്കിലും, ഫ്രഞ്ച് നോട്ടാണെങ്കിലും അതുപോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഒക്കെ ഈ ഒരു 8 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുക്കണം. പിന്നെ അതുപോലെ ബുള്ളിയൻ റോസ് ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു 5 സ്ട്രാൻഡ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 സ്ട്രാൻഡ്സിൽ കിട്ടും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നോട്ടാണ് കേട്ടോ ഫ്രഞ്ച് നോട്ട്. അതുപോലെ സിൽക്ക് ത്രെഡിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആങ്കർ ത്രെഡിൽ എങ്ങനെ ചെയ്യണോ അതുപോലെ തന്നെ നമുക്ക് സിൽക്ക് ത്രെഡിലും ചെയ്തെടുക്കാം എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കനോടുണ്ട്. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.